ഹലോ, ജാനുക്കുട്ടി ഞാനും കൂടെ തിരിച്ചു പോകുമ്പോൾ കൊണ്ടുപോകാനുള്ള ഉപ്പുമാങ്ങ റെഡിയാക്കാൻ പോവാണ് കേട്ടോ. ഇപ്പോൾ മാങ്ങയുടെ സീസണാണല്ലോ. വീട്ടിൽ 2 മാവുണ്ട്. 2 മാവിൽ നിറയെ മാങ്ങയാണ് കേട്ടോ. ഞങ്ങൾക്ക് അവിടെ നാട്ടിൽ മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും മാങ്ങ. പക്ഷെ നമ്മുടെ വീട്ടിൽ ഇത്രയും മാങ്ങ, ഇത്രയും നിറച്ച് മാങ്ങയുള്ളപ്പോൾ എന്തിനാണ് നമ്മൾ വെറുതെ മാർക്കറ്റിൽ പോയി വാങ്ങണേ? അത് കാരണം കൊണ്ട് ഇതിൽ നിന്ന് തന്നെ ഒരു 6 മാങ്ങ പറിച്ചു കേട്ടോ ഞാൻ. അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു താഴേന്ന് പറിക്കരുത്, താഴേന്ന് കിടക്കണ മാങ്ങയൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ, ഉള്ളിൽ മേലേന്ന് പറിക്കണം. അതുകൊണ്ട് ഞാൻ ടെറസിൻ്റെ മുകളിൽ കയറിയിട്ടാണ് കേട്ടോ മാങ്ങ പറിച്ചത്. ഇതാ മാങ്ങ പറിച്ചു. കാന്താരി മുളക്, ഇതിൽ കുറേ മുളകുണ്ടായിരുന്നു കേട്ടോ. എല്ലാം പറിച്ച് ഇപ്പോൾ ഈ 2 മുളകേ എനിക്ക് കിട്ടിയുള്ളൂ. ഈ 2 മുളകും പിന്നെ ഇതിൽ നിന്നൊരു എരിവുള്ള മുളകായിരുന്നു, നല്ല എരിവാണ് ഇതിന്. ഈ മുളക് ഒരെണ്ണേ പറിച്ചിട്ടുള്ളൂ കേട്ടോ. ഇത് ഒരെണ്ണം കൂടെ ചേർത്ത് ഉപ്പുമാങ്ങ റെഡിയാക്കാൻ പോവാണ് കേട്ടോ. പാക്കലാം. ഉപ്പുമാങ്ങയ്ക്ക് ഇങ്ങനെയാണ് കേട്ടോ ഞാൻ മാങ്ങ കട്ട് ചെയ്തെടുത്തത്. ഇവിടെ വീട്ടിൽ ഇവർ ഉപ്പുമാങ്ങയൊക്കെ റെഡിയാക്കുമ്പോൾ ഇങ്ങനെ സ്ക്വയർ പോലെ കട്ട് ചെയ്യും. എനിക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് കഴിക്കാനാണ് കേട്ടോ ഇഷ്ടം. കട്ട് ചെയ്തിട്ട് അതിലേക്ക് എരിവിന് മുളക്, ഉപ്പിന് കല്ലുപ്പ് എല്ലാം ഇട്ടിട്ട് കുറച്ച് വിനീഗറും ചേർത്തിട്ട് വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഉപ്പുമാങ്ങ റെഡിയാക്കാറ്. ഒരു 2 ദിവസത്തിൽ തന്നെ നമുക്ക് നല്ല സെറ്റായിട്ട് കിട്ടും കേട്ടോ ഉപ്പുമാങ്ങ. അപ്പോൾ പോണ വരെ ഇത് ഇരിക്കുമെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ഞാൻ രണ്ടാമത് പിന്നെ ഇടേണ്ടി വരും. എന്നാലും ഇതോ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഉപ്പുമാങ്ങ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. താങ്ക്